സിനിമയുടെ ആരംഭത്തിൽ ന്യൂയോർക്കിലെ കൊളംബസ് സർക്കിൾ എന്നൊരു വലിയ അപ്പാർട്ട്മെന്റ് കാണിക്കുകയാണ്. അതിലുണ്ടായിരുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ താമസിക്കുന്നുണ്ട്. ആ ഒരു ഒറ്റയ്ക്കാണ്. രാത്രി ഉറങ്ങാൻ നേരത്ത് ഉറങ്ങിക്കഴിഞ്ഞു. അല്പനേരം കഴിഞ്ഞ് ആ നേരത്ത് അങ്ങോട്ടേക്ക് ആരോ ഒരാൾ വരുന്നുണ്ട്. ഒരു നിഴൽ രൂപം പോലെ പതിയെ പതിയെ അയാളുടെ ആ ഒരു രൂപം മുത്തശ്ശി കാണുന്നുണ്ട്. അധികം വൈകിയില്ല. അജ്ഞാതനായിട്ടുള്ള ആ ഒരു മനുഷ്യൻ മുത്തശ്ശിയെ അവിടെ വെച്ച് കൊന്നുകളയുകയാണ്. പിന്നീട് ഒരു അപകടത്തിൽ മരിച്ച രീതിയിൽ ആ ഒരു ഡെഡ് ബോഡി സെറ്റ് ആക്കി വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ മുത്തശ്ശിയുടെ അപ്പാർട്ട്മെന്റിൽ ഒരു കുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതും ഈ ഒരു കില്ലർ എടുക്കുകയാണ്. പക്ഷേ കില്ലറുടെ മുഖം നമ്മളെ കാണിക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. മുത്തശ്ശി മരണപ്പെട്ട കാര്യം എല്ലാവരും അറിഞ്ഞു. അന്വേഷിക്കാനായിട്ട് 2 പോലീസുകാർ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനിയായിട്ടുള്ള ആളുടെ പേര് കെവിൻ. അതുപോലെ തന്നെ അയാളുടെ സഹായിയുടെ പേര് ജെറി എന്നാണ്. ഈ കെവിൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ പോലീസ് ഓഫീസറും മരിച്ചു കിടക്കുന്ന ഈ മുത്തശ്ശിയെ കണ്ടപ്പോൾ അവർ വിചാരിക്കുന്നത് എന്തോ അപകടം കാരണം മുത്തശ്ശി നിലത്തു വീണ് മരിച്ചതെന്നാ. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ കെവിന് എന്തോ ഒരു സംശയം. ഇതൊരു ആക്സിഡന്റ് അല്ല, ഒരു കൊലപാതകം തന്നെയാണ്. കാരണം മുത്തശ്ശിയുടെ തലയുടെ പിൻഭാഗത്താണ് അടിയേറ്റിയിരിക്കുന്നത്. ഇതുപോലെ സ്റ്റെപ്പിൽ നിന്നും ഉരുണ്ട് താഴേക്ക് വീഴുകയാണെങ്കിൽ ദേഹത്ത് ഒരുപാട് പരിക്കുകൾ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ യാതൊരു പരിക്കുമില്ല. അതുപോലെ തന്നെ മുത്തശ്ശിയുടെ ഒരു ചെരുപ്പ് ബെഡിന്റെ ആ ഒരു ഭാഗത്താണ്. ഇനിയിപ്പോ 2 ചെരുപ്പിട്ടല്ലേ നടന്നു വരിക. നടന്നു വരുമ്പോൾ സ്റ്റെപ്പിന്റെ ഭാഗത്തു നിന്ന് വീണു കഴിഞ്ഞാൽ ആ 2 ചെരുപ്പ് അവിടെ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് കെവിൻ ബാക്കിയുള്ള പോലീസുകാരോട് പറയുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ അന്വേഷിക്കാൻ ആയിട്ട് മുത്തശ്ശിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്ന അപ്പാർട്ട്മെന്റ് അവിടെ പോയിട്ട് കാര്യങ്ങൾ ചോദിക്കാം എന്ന് കരുതിയിട്ട് അവിടെ പോയിട്ട് വാതിൽ മുട്ടുന്നുണ്ട്. ഉള്ളിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് അഭികൾ എന്നാണ്. ഈ വാതിൽ ആരോ വന്ന് മുട്ടുന്നത് അവൾ കേൾക്കുന്നുണ്ട്. എന്നാലും അവൾ ആ ഒരു വാതിൽ തുറക്കുന്നേ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കെവിൻ നേരെ താഴേക്ക് പോവുകയാണ്. അവിടെ ഈ അപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളുണ്ട്. തൽക്കാലം നമുക്ക് അപ്പാർട്ട്മെന്റ് മാനേജർ എന്ന് വിളിക്കാം. അപ്പോ ആ ഒരു മാനേജറോട് മുത്തശ്ശി മരിച്ച ആ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റുള്ള അപ്പാർട്ട്മെന്റിൽ ആരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ സാറേ അങ്ങനെ ചോദിച്ചേ എന്ന് ആ ഒരു മാനേജർ ചോദിക്കുകയാണ്. അല്ല, ഞാൻ ഒരുപാട് തവണ ആ ഒരു വാതിൽ തല്ലിപ്പൊളിക്കുന്ന രീതിയിൽ മുട്ടി, ആരും വന്ന് വാതിൽ തുറന്നില്ല. അപ്പോ ആ ഒരു മാനേജർ പറയുകയാണ്, സാറേ അത് വേറൊരു കഥയാണ്. അതിന്റെ ഉള്ളിൽ ഒരു പെൺകുട്ടിയുണ്ട്, ആളുണ്ട് അതിന്റെ ഉള്ളിൽ. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു 10-12 വർഷം ആയിട്ടുണ്ട്. അതിനു മുന്നേ ആ ഒരു പെൺകുട്ടി അവിടെയുണ്ട്. ഈ അപ്പാർട്ട്മെന്റ് എന്നല്ല, ആ മുറി വിട്ടുപോലും ആ ഒരു പെൺകുട്ടി പുറത്തു വരാറില്ല. എത്രയോ വർഷങ്ങളായിട്ട് അവൾ അതിന്റെ ഉള്ളിൽ തന്നെയാണ്. ഒരു പക്ക ഇൻട്രോവേർട്ട്. ഇനിപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ എന്നോട് മാത്രമേ കോണ്ടാക്ട് ചെയ്യുള്ളൂ. അവൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഒരു ലെറ്ററിൽ എഴുതിയിട്ട് അത് പുറത്തുവെക്കും. ഞാൻ അത് വായിച്ച് വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ കെവിന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്. ആഹാ, ക്യാരക്ടർ അടിപൊളിയാണല്ലോ, എന്നാ പോയിട്ട് ഒന്ന് സംസാരിക്കുക തന്നെ. കെവിൻ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇപ്പോൾ അബികളിന്റെ ആ ഒരു ഡോറിൽ മുട്ടുന്നുണ്ട്. ഹലോ മേഡം, നിങ്ങളുടെ പേര് അബികൾ എന്നല്ലേ? നിങ്ങൾ ഉള്ളിൽ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ നിങ്ങൾ വാതിൽ തുറക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇനിയിപ്പോ തുറന്നില്ല തുറപ്പിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്റെ കൂടെ ഒരു 10-15 പോലീസുകാർ കൂടെ ഉണ്ടാകും. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് വളരെ മാന്യമായിട്ടാണ്. ഒരു മുത്തശ്ശി ഇവിടെ മരിച്ചു പോയിട്ടുണ്ട്. അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം, അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. കെവിൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അബികൾ വാതിൽ വന്നു തുറക്കുകയാണ്. എന്തായാലും അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ കയറിയ പാടിൻ കാര്യങ്ങളൊക്കെ വളരെ മെയിൻറ്റൈൻഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു അപ്പാർട്ട്മെന്റ്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ ഒരു കെവിൻ പറഞ്ഞപ്പോൾ അബി പറയുകയാണ്, നിങ്ങൾ എന്നോട് എന്ത് ചോദിക്കാനാ വന്നേ? അതിനെക്കുറിച്ച് മാത്രം ചോദിച്ചാൽ മതി. അതായത് അബികൾ ഒരു പ്രത്യേക ക്യാരക്ടർ ആണ്. ഓക്കെ, ഞാൻ കാര്യങ്ങൾ ചോദിക്കാം. ഒരു കോഫി തരികയാണെങ്കിൽ നന്നായി. ഒരു ഉളുപ്പുമില്ലാതെ കെവിൻ ആ ഒരു കോഫി ചോദിച്ചപ്പോൾ അബി ഒരു കോഫി ഇട്ടു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളോട് കെവിൻ ചോദിക്കുന്നുണ്ട്, ഇന്നലെ ആ ഒരു മുത്തശ്ശിയുടെ റൂമിൽ നിന്നും എന്തെങ്കിലും ശബ്ദം കേട്ടായിരുന്നു? മുത്തശ്ശി മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് അതൊരു അപകടമാണെന്നാണ്. പക്ഷേ എന്റെ നിഗമനത്തിൽ അതൊരു കൊലപാതകമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അബികൾ പറയുകയാണ്, സാറേ, ഈ മുത്തശ്ശി മരണപ്പെട്ട കാര്യം തന്നെ ഞാൻ ഇപ്പോഴാ അറിയുന്നത്. അതുപോലെ തന്നെ സാർ ചോദിച്ചതുപോലെ ഇന്നലെ രാത്രി അവിടുന്നും യാതൊരു ശബ്ദവും ഞാൻ കേട്ടിട്ടില്ല. ആ ഒരു മുത്തശ്ശിയോട് ഇന്നുവരെ ഞാൻ സംസാരിച്ചിട്ടില്ല. അവിടെ ഒരു മുത്തശ്ശിയുണ്ട്, അവരുടെ പേര് എനിക്കറിയാം, അത്ര തന്നെ. കൂടുതലായിട്ടൊന്നും അറിയില്ല. ഇപ്പോൾ ഈ ഒരു കെവിൻ അയാളുടെ ആ ഒരു വിസിറ്റിംഗ് കാർഡ് അഭികളിന് കൊടുത്തിട്ട് പറയുകയാണ്, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കെവിൻ അവിടുന്ന് പോകുന്നുണ്ട്. ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി അഭികൾ അവിടെ ഇരിക്കുകയാണ്. ഇതേ നേരം തന്നെ
ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. ഏതോ വലിയ പണക്കാരൻ ഫാമിലിയെ കുറിച്ചാണ് ന്യൂസിൽ പറയുന്നത് കേട്ടോ. വാൾട്ടർ ഫാമിലി ഭയങ്കര കോടീശ്വരന്മാരാണ്. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ആ കുടുംബത്തിലെ എല്ലാവരും മരിച്ചുപോയി. ആകെയുള്ളത് ഒരു പെൺകുട്ടി മാത്രമാണ്, ജസ്റ്റിൻ വാൾട്ടർ. 15 വയസ്സുള്ള സമയത്ത് ജസ്റ്റിൻ വാൾട്ടർ എന്ന ആ ഒരു പെൺകുട്ടിയെ കാണാനായി 20 വർഷമായി. ഇപ്പോ ആ ഒരു പെൺകുട്ടിക്ക് ഒരു 35 വയസ്സായിട്ടുണ്ടാവും. എന്തായാലും വാൾട്ടർ ഫാമിലിയിലെ കോടാനുകോടി സ്വത്തിന്റെ ഏക അവകാശി ആ ഒരു പെണ്ണാണ്, ജസ്റ്റിൻ വാൾട്ടർ. എന്നാൽ ആ പെൺകുട്ടി ഇപ്പോ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഒരു മിസ്റ്ററി ആയിട്ട് ആ ഒരു കാര്യം അങ്ങനെ പോകുന്നുണ്ട്. ഈ ഒരു വാർത്ത കണ്ടപാട്ടന്നെ ഈ അഭിയുണ്ടല്ലോ, അവൾക്ക് എന്തോ വല്ലാത്ത ഡിസ്റ്റർബിംഗ് ആവുകയാണ്. അവൾക്ക് ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. കള്ള് കുടിച്ചു വന്ന അവളുടെ അച്ഛൻ അത് കണ്ട് പേടിച്ചുപോയി. ഒരു ടേബിളിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന അഭി അവളുടെ അമ്മയെ തല്ലുന്ന അച്ഛൻ അല്ല. ഈ ന്യൂസ് കണ്ടപ്പോൾ അഭിന് എന്തിനാണ് ഈ ഒരു കാര്യം ഓർമ്മ വന്നേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. കാരണം ആ ന്യൂസിൽ പറഞ്ഞ ജസ്റ്റിൻ വാൾട്ടർ അത് മറ്റാരുമല്ല, നമ്മുടെ ഈ അഭികൾ തന്നെയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് പുറലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ എല്ലാവരിൽ നിന്നും അവൾ ഒളിച്ചു താമസിക്കുകയാണ്, അഭികൾ എന്ന ഈ ഒരു കള്ളപ്പേരിൽ. എന്തായാലും അഭികളിന്റെ റൂമിൽ നമ്മുടെ കെവിൻ വന്നു പോയതിനു ശേഷം കെവിന്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് ആ ഒരു പെൺകുട്ടി, അതായത് ആ ഒരു മാനേജർ പറഞ്ഞതനുസരിച്ച് ഒരു 15 വർഷമായിട്ട് അവൾ അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല. എന്നാൽ ആ ഒരു അപ്പാർട്ട്മെന്റ് അത് വെൽ മെയിൻറ്റൈൻഡ് ആണ്, അത്യാവശ്യം റിച്ച് സെറ്റപ്പ് ആണ്. അപ്പോ ഇതെല്ലാം ചെയ്യാനായിട്ട് 20 വർഷമായിട്ട് പുറത്തേക്ക് വരാത്ത ഈ ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് പറ്റുന്നത്? അവൾക്ക് എവിടുന്ന ഇത്രയും കാശ്? അതിന്റെ കൂടെ തന്നെ അവൾ ചായ ചോദിച്ചപ്പോൾ ഒരു ടീകപ്പിൽ ചായ കൊടുത്തായിരുന്നല്ലോ. ആ സമയത്ത് അതിലൊരു ബ്രാൻഡ് നെയിം കണ്ടായിരുന്നു, എം എന്നുള്ളൊരു ഒരു ലോഗോ. നിസ്സാരക്കാരായിട്ടുള്ള ഒരാളൊന്നും ആയിരിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. സോ അതെന്താണ്, എം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു പോലീസുകാരനോട് നമ്മുടെ കെവിൻ പറയുന്നുണ്ട്. അതേ നേരം തന്നെ കെവിന്റെ സഹായിയായിട്ടുള്ള ജെറി ഇപ്പോൾ കെവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ്. എന്റെ പൊന്നു സാറേ, സാർ ഈ പറയുന്നതുപോലെ ആ മുത്തശ്ശി ആരും കൊന്നതൊന്നുമല്ല. ആ റൂം കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ പരിശോധിച്ചു, പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പോ എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മുത്തശ്ശി കഴിക്കുന്ന ഒരു മരുന്നുണ്ട്, അതും കിട്ടി. അതുപോലെ തന്നെ മുത്തശ്ശിക്ക് ആ ഒരു മരുന്ന് നൽകിയ ഡോക്ടറുടെ ഡീറ്റെയിലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡോക്ടറുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് ഡോക്ടറുടെ അടുത്തേക്ക് പോയി നോക്കാം എന്ന് കെവിനും പറയുന്നുണ്ട്. അതുപോലെ മുത്തശ്ശി മരണപ്പെട്ട ആ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി അതിന്റെ ആ ഒരു ഇന്റീരിയർ എല്ലാം മാറ്റിയിട്ട് മറ്റൊരു ടീമിന് ഇത് കാണിച്ചു കൊടുക്കാനായിട്ട് സെക്രട്ടറി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഒരു കപ്പിൾസ് ആണ്, ഹസ്ബൻഡിന്റെ പേര് ചാർലി, അതുപോലെ തന്നെ അയാളുടെ വൈഫിന്റെ പേര് ലിയൻ. അപ്പോ ഈ സംഭവം വാങ്ങാൻ വേണ്ടി വന്ന ഇവരോട് രണ്ടുപേരോട് സെക്രട്ടറി പറയുന്നത്, ഇത് പുതുതായിട്ട് ഇപ്പോ ഇന്റീരിയർ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടേ ഉള്ളൂ. അവിടെ കൊലപാതകം നടന്ന കാര്യം അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ച കാര്യമൊന്നും ഇവർക്ക് സെക്രട്ടറി പറയുന്നില്ല കേട്ടോ. എന്തായാലും ഇത് സെയിൽ ആയി പോകാൻ വേണ്ടി അവർ പരമാവധി അടിച്ചിങ്ങട്ട് വിടുന്നുണ്ട്. എന്നാൽ തൊട്ടപ്പുറത്ത് അപ്പാർട്ട്മെന്റ് ഇത് വാങ്ങിക്കാൻ ആള് വന്നു. അവർ വരുന്നതും പോകുന്നതും ഒക്കെ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ അഭികൾ ആ ഒരു വാതിലിന്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതിലൂടെ നോക്കി കാണുന്നുണ്ട്. അവൾക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ അവൾ എപ്പോഴും വിളിക്കുന്ന അവളുടെ ഡോക്ടർ ഉണ്ട്, ഡോക്ടർ റെയ്മോണ്ട്. അപ്പോ റെയ്മോണ്ടിനെ വിളിച്ച് ഇപ്പോ നമ്മുടെ അഭികൾ കാര്യങ്ങൾ പറയുകയാണ്. ഡോക്ടറെ, ഇതുപോലെ മുത്തശ്ശി മരിച്ചു, ഞാനിപ്പോ എന്താ ചെയ്യാ, എനിക്കെന്തോ പേടിയാവുന്നു. ഇപ്പോ ഡോക്ടർ റെയ്മോണ്ട് പറയുകയാണ്, മോള് എന്തിനാ ഈ പേടിക്കുന്നേ? പ്രായമായിട്ടുള്ള സ്ത്രീകൾ സ്വാഭാവികമായിട്ടും മരണപ്പെടുമല്ലോ. അതല്ല ഡോക്ടറെ, അപ്പുറത്തെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ആരൊക്കെയോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എടോ, അതിനെന്തിനാ നീ പേടിക്കുന്നത്? ആള് വന്നോട്ടെ, അവർ താമസിച്ചോട്ടെ. അതല്ല ഡോക്ടറെ, ഡോക്ടർ ഒന്ന് ഇങ്ങോട്ടേക്ക് വാ, എനിക്കൊന്ന് സംസാരിക്കണം. അഭികളെ, എനിക്ക് നല്ല തിരക്കുണ്ട്, ഞാൻ നാളെ വന്നാൽ മതിയോ? ഇപ്പോൾ അഭികളിന് ദേഷ്യം വരികയാണ്. ഡോക്ടറെ, എനിക്ക് ഇപ്പോ സംസാരിക്കേണ്ടത്, ഇപ്പോ വാ എന്ന് പറയുകയാണ്. അങ്ങനെ അഭികളുടെ നിർബന്ധപ്രകാരം ഡോക്ടർ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അഭികൾ പോലീസ് വന്ന വിവരം എല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറയുകയാണ്, മോളെ, അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, അതിനെന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നിന്റെ ഓവർ ആയിട്ടുള്ള ഈ ഭയം ഉണ്ടല്ലോ, അത് നിന്നെ ആപത്തിൽ കൊണ്ടാക്കും. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ കൂടെയില്ലേ? ഇനി എന്തെങ്കിലും വിഷയം വന്നാൽ തന്നെ എന്നെ വിളിച്ചാൽ മതി. ഈ ഡോക്ടറുടെ ഒരു പേഷ്യന്റ് ആണ് ശരിക്കും അഭികൾ. എന്നാൽ ഒരു അച്ഛനെ പോലെയാണ് ഡോക്ടർ റൈഡ് അവളെ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഡോക്ടറോട് സംസാരിക്കുമ്പോൾ തന്നെ അഭികളിന് മനസ്സിന് ഒരു ആശ്വാസമാണ്. എന്തായാലും ഡോക്ടർ കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് പോകുന്നുണ്ട്. ഇതിനുശേഷം മുത്തശ്ശിയുടെ അപ്പാർട്ട്മെന്റ് മേടിച്ച ആളുണ്ടല്ലോ ചാർലി, അയാളെ കാണിക്കുകയാണ്. അപ്പാർട്ട്മെന്റിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റിൽ കയറിയപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ മാനേജർ ഉണ്ടല്ലോ നമ്മൾ തുടക്കത്തിൽ കണ്ടായിരുന്നു, ഇയാൾ ഓടി വന്ന് ലിഫ്റ്റിൽ കയറുന്നുണ്ട്. അയാൾക്ക് മുകളിലേക്ക് പോകണമായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും, ഈ മാനേജറും ഈ പുതിയ മേടിച്ച ആൾ ചാർലി, ഇവർ രണ്ടുപേരും കൂടി മുകളിലേക്ക് പോകുമ്പോൾ ഈ മാനേജർ ഈ ചാർലി എവിടെയോ കണ്ടുപോലെ, എടോ നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ എവിടെയാ ജോലി ചെയ്തത്? ഇപ്പോ ചാർലി പറയുകയാണ്, കാണാൻ ഒരു സാധ്യതയും ഇല്ല, ഞാൻ
പുറംനാട്ടിലായിരുന്നു, ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ എവിടെയോ കണ്ടതുപോലെ മാനേജർ ആണെങ്കിൽ ഓർമ്മയും കിട്ടുന്നില്ല. അങ്ങനെ അന്നേ ദിവസം രാത്രിയായി. ഇപ്പോ അഭികളനെ കാണിക്കുകയാണ് അവളുടെ റൂമിൽ. ശാന്തമായിട്ട് അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വീട് മേടിച്ച ഈ ഒരു ചാർലിയൻ രണ്ടുപേരുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഭയങ്കരമായ ബഹളം. ഇവൻ രാത്രിയായപ്പോൾ കള്ളു കുടിച്ചു വന്നിട്ട് കെട്ടിയോളായിട്ടുള്ള ലിയനെ നന്നായിട്ട് പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അടികൊണ്ട് അവൾ നിലത്ത് വീണു കിടക്കുന്നുണ്ട്. ആ കരച്ചിലൊക്കെ കേൾക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിലും തുറന്ന് അവൻ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോ ആ ഒരു സ്ത്രീക്ക് എന്താ സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടി അഭികൾ എന്താക്കി വാതിൽ തുറന്നു നോക്കുകയാണ്. അപ്പോ ലിഫ്റ്റ് വഴി അയാൾ, അതായത് ചാർലി, താഴേക്ക് പോയിട്ടുണ്ട്. തീരെ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് ലിയന്റെ അടുത്തേക്ക് പെട്ടെന്ന് നമ്മുടെ അഭികൾ ഒന്ന് പോകുന്നുണ്ട്. അതേ നേരം തന്നെ ലിഫ്റ്റിൽ താഴേക്ക് പോയ ചാർലി തിരിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ അഭികൾ എന്താക്കി പെട്ടെന്ന് തന്നെ ലിയനെയും കൂട്ടിയിട്ട് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നു കയറുകയാണ്. എന്നിട്ട് വാതിൽ ലോക്ക് ചെയ്തു. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് വന്ന ചാർലിക്ക് മനസ്സിലായി ഭാര്യ അവരുടെ അപ്പാർട്ട്മെന്റിൽ ഇല്ല, തൊട്ടിപ്പുറത്തെ റൂമിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അഭികളന്റെ അപ്പാർട്ട്മെന്റിന്റെ ആ ഒരു വാതിൽ തട്ടിയിട്ട് പറയുന്നുണ്ട്, ലിയൻ, സോറി കേട്ടോ, അറിയാതെ പറ്റിപ്പോയതാണ്, ക്ഷമിക്ക്. എന്നോട് കുറെ നേരം ഈ ചാർലി ഇങ്ങനെ വിളിച്ചെങ്കിലും ലിയൻ പുറത്തേക്ക് വന്നില്ല. അവൾ ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറെ നേരം വിളിച്ചിട്ടും അവൾ വരാത്തതുകൊണ്ട് ഈ ചാർലി തന്നെ അവന്റെ അപ്പാർട്ട്മെന്റിൽ പോയിട്ട് കിടക്കുന്നുണ്ട്. തീരെ ബോധമില്ലായിരുന്നു, അപ്പോ തന്നെ ഉറങ്ങി പോകുകയും ചെയ്തു. എന്തായാലും അന്ന് രാത്രി അഭികളുടെ കൂടെ തന്നെ ലിയൻ നിൽക്കുകയാണ്. അടികൊണ്ട് അവളുടെ മുഖമൊക്കെ ആകെ ഒരുമാതിരി കരിവാളിച്ചു പോയിട്ടുണ്ട്. അഭി പറയുന്നുണ്ട്, നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒന്ന് കംപ്ലൈന്റ് ചെയ്തൂടെ? അപ്പോ ലിയൻ പറയുകയാണ്, അതൊന്നും വേണ്ട, എനിക്ക് ആരുമില്ല, ആകെയുള്ളത് അവൻ മാത്രമാണ്. അവൻ ഒരുപാട് ജോലിയുടെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിപ്പോ എന്നോടല്ലാതെ വേറെ ആരോടാ തീർക്കുക? അതുമാത്രമല്ല എനിക്കെന്തോ അവനോട് ഭയങ്കര ഇഷ്ടമാണ്. കേസ് ഒന്നും വേണ്ട എന്ന് പറയുകയാണ്. ഇതേ നേരം അഭികൾ പറയുന്നുണ്ട്, ഇതുപോലെ ഒരുത്തന്റെ കൂടെ നീ ജീവിക്കുകയാണെങ്കിൽ നരകമായിരിക്കും നിന്റെ ലൈഫ്. അടുത്ത സീനിൽ കെവിനെയും ജെറിയും കാണിക്കുകയാണ്. അവർ രണ്ടുപേരും ഒരു ക്രൈം സീനിലേക്ക് പോയിട്ടുണ്ട്. ഒരാളെ കൊന്ന് തല വെട്ടിയിട്ട് 2 ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോ ഇത് കണ്ടപ്പോൾ ജെറി കെവിനോട് പറയുന്നുണ്ട്, കെവിനെ, ഇതൊക്കെയാണ് മർഡർ കേസുകൾ. പ്യുവർ 100% നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് മനസ്സിലാകും. അല്ലാതെ ഈ സ്റ്റെപ്പിൽ നിന്ന് വീണ അമ്മുമ്മയുടെ പിന്നാലെ ഒക്കെ പോയിട്ട് അതൊരു മർഡർ കേസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതുമ നീ ഇങ്ങനെ തൂങ്ങി നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്റെ കെവിൻ? ജെറിൻ ഈ ഒരു കാര്യം കെവിനോട് ചോദിച്ചപ്പോൾ കെവിൻ പറഞ്ഞത്, എടോ, എനിക്ക് ആ ഒരു മുത്തശ്ശിയുടെ മരണമോ അല്ലെങ്കിൽ കൊലപാതകമോ അല്ല, അവരുടെ അയൽവാസിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയുണ്ട്, അഭികൾ. അവളെക്കുറിച്ച് ഡാറ്റാബേസിൽ ഞാൻ കുറെ നോക്കി, യാതൊന്നും കിട്ടുന്നില്ല. അവൾക്ക് നാഷണൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു പബ്ലിക് നമ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ അവളുടെ ലൈഫ് എന്ന് വെച്ചാൽ അത്യാവശ്യം റിച്ച് സെറ്റപ്പ് ആണ്. ഇതിനൊക്കെയുള്ള കാശ് എവിടുന്ന് വരുന്നു? ആരാണ് അവൾ? എന്തോ അവളുടെ പിന്നിൽ ഒരു മിസ്റ്ററി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ അഭികളനെ കാണിക്കുകയാണ്. അഭികൾ ഇപ്പോ ഡോക്ടറെ വിളിച്ച് ഇന്നലെ രാത്രി നടന്ന എല്ലാ കാര്യവും പറയുകയാണ്. അതായത് ലിയൻ അവളുടെ കൂടെയായിരുന്നു. അപ്പോ ഡോക്ടർ നമ്മുടെ അഭികളനോട് പറയുന്നത്, അഭികളെ, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? നീ തന്നെയാണ് ആരോടും കോണ്ടാക്ട് വേണ്ട, അങ്ങനെ അവിടെ ഒറ്റയ്ക്ക് താമസിച്ചോള എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് നീ തന്നെ ആ ഒരു റൂൾ തെറ്റിക്കുകയാണോ? സത്യം പറയണമെങ്കിൽ അഭികളെ, അതിന്റെ യാതൊരു ആവശ്യവുമില്ലായിരുന്നു. നീ അവരുടെ കാര്യമേ നോക്കണ്ട. ഭാര്യയും ഭർത്താവും ആകുമ്പോൾ അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ സമയത്ത് അഭികൾ പറയുകയാണ്, ഡോക്ടറെ, എനിക്ക് പെട്ടെന്ന് അത് കണ്ടപ്പോൾ എന്റെ ചെറുപ്പകാലം എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തത്. അപ്പോ ഡോക്ടർ പറയുകയാണ്, ഓഹോ, അപ്പോ നിന്റെ മൈൻഡ് സെറ്റ് ഒക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ടല്ലേ? ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ നീ അക്സെപ്റ്റ് ചെയ്യോ? അഭികളെ, പറ്റുവാണെങ്കിൽ നിന്റെ അയൽവാസിയായിട്ടുള്ള ആ ഒരു ലിയൻ ഉണ്ടല്ലോ, പതിയെ അവളുമായിട്ടൊന്ന് കമ്പനി ആവാൻ ശ്രമിക്കും. ടോട്ടലി നിന്റെ മുഖമായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് മാറ്റ് എന്ന് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ ഈ ചാർലിയെയും ലിയനെയും കാണിക്കുകയാണ്. രാത്രി മാത്രമേ അടി ഉണ്ടാവുകയുള്ളൂ. രാവിലെ ആയി കഴിഞ്ഞാൽ 2 മറ്റേ ചക്കരയും അടയും പോലെയാണ്. പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് 2 പേരും വരുന്നുണ്ട് കേട്ടോ. അപ്പോ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റ് മാനേജറും വന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എടുത്ത് അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് അപ്പാർട്ട്മെന്റ് മാനേജർ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ശരിക്കും ഈ അപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണോ ഇത് മേടിച്ചത്? കുറച്ചു ദിവസം മുന്നേ ഒരു മുത്തശ്ശി ഇവിടെ വെച്ച് മരണപ്പെട്ടായിരുന്നു കേട്ടോ. അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല അത്യാവശ്യം സൗകര്യമുള്ള സ്ഥലമാണല്ലേ. എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ഈ ചാർലിയുടെയും ലിയന്റെയും ഉള്ളിൽ ഒരു ടെൻഷനും പേടിയും വരാതിരിക്കും. കാരണം ഇവിടെ ഒരാൾ മരിച്ചതാണ് എന്നുള്ള കാര്യം 2 പേർക്കും
ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് മാനേജർ അവിടുന്ന് പോവുകയാണ്. അയാളുടെ ആ ഒരു നാരദ പണി ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഈ ലിയനു വേണ്ടിയിട്ട് അബികൾ ഒരു കത്ത് എഴുതിയിടുകയാണ് അവിടെ. ലിയന്റെ കയ്യിൽ അത് കിട്ടി. അവൾ ആ ഒരു കത്ത് വായിക്കുകയാണ്. അപ്പോ അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിന്റെ ഹസ്ബൻഡ് അതായത് ചാർലി ഇല്ലാത്ത സമയം നോക്കിയിട്ട് എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വാ, നമുക്ക് ഡിന്നർ എല്ലാം ഉണ്ടാക്കി കഴിക്കാം എന്ന് പറയുകയാണ്. അപ്പോ ചാർലി ജോലി ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് പോയ സമയത്ത് ഇപ്പോ ലിയൻ എന്താക്കി അബികളുടെ അപ്പാർട്ട്മെന്റിൽ പോവുകയാണ്. രണ്ടുപേരും ഫുഡ് എല്ലാം ഉണ്ടാക്കി നല്ല കമ്പനി ആയിട്ട് അത് കഴിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോ ലിയന്റെ കാര്യങ്ങളൊക്കെ അവൾ പറയാൻ തുടങ്ങി. കേട്ടോ, ശരിക്കും അവളുടെ ചെറിയ പ്രായത്തിൽ അവൾ വീട് വിട്ട് ഓടി വന്നതാണ്. അവളുടെ അച്ഛൻ മഹാകുടിയനായിരുന്നു. അച്ഛന്റെ പേഴ്സിൽ നിന്നും ഒരു $7.20 ആ കിട്ടിയ പൈസ എടുത്തിട്ട് അന്ന് ചെറുപ്പത്തിൽ ആ ഒരു വീട് വിട്ട് ഓടിയതാണ് അബികളെ ഞാൻ. ആ വരുന്ന വിധത്തിൽ എനിക്ക് കിട്ടിയ കൂട്ടാണ് ഈ ചാർലി. അതുകൊണ്ടാണ് അവനെ വിട്ട് ഞാൻ പോകാത്തത്. അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോവുക തന്നെ. ഈ അബികളും അവളുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ലിയൻ ഏകദേശം നിന്റെ പോലെ ഒക്കെ തന്നെയാണ് എന്റെ ലൈഫും. കുടിയനായിട്ടുള്ള അച്ഛൻ എന്നും കുടിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് വരിക. അമ്മയും എന്നെയൊക്കെ നന്നായിട്ട് തല്ലുവായിരുന്നു. ഒരു ഘട്ടത്തിൽ അതൊന്നും സഹിക്കാൻ കഴിയാതെ ഞാൻ അവിടം വിട്ട് ഓടി വന്നു. എന്നാൽ നിന്നെപ്പോലെ ലോകത്തിൽ ജീവിക്കാനുള്ള ധൈര്യം അതുമാത്രം എനിക്ക് കിട്ടിയില്ല. ആരെ കാണുമ്പോഴും എനിക്കൊരു പേടിയാണ്. ആ സമയത്താണ് എന്റെ അച്ഛന്റെ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ റേനോൾഡിനെ കാണുന്നത്. എന്റെ അച്ഛന്റെ സ്വഭാവം ആ ഡോക്ടർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് എനിക്ക് ഡോക്ടർ തന്നത് എന്ന് തന്നെ ഇപ്പോ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ആ ഒരു ഡോക്ടർ തന്നെയാണ്. ഇപ്പോൾ ലിയൻ പറയുകയാണ്, അബികളെ നിന്റെ ഈ ലൈഫ് ഒക്കെ നീ ടോട്ടൽ ആക്കി ഒന്ന് മാറ്റാൻ ശ്രമിക്കു കേട്ടോ. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. നീ എന്തിനാ ഈ പേടിക്കുന്നേ? എന്റെ കൂടെ വാ. ഇവിടെ ഒരു നല്ല അടിപൊളി പൂക്കൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. ആ കടയിലേക്ക് പോകുമ്പോൾ തന്നെ അതിന്റെ ഒരു സ്മെൽ ഉണ്ടല്ലോ, എന്ത് രസമാണെന്നറിയോ? ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണോ? നീ എന്റെ കൂടെ വാ, നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറയുകയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ നമ്മുടെ കെവിനെയും ജെറിയും കാണിക്കുകയാണ്. അതായത് ആ ഒരു മുത്തശ്ശി മരണപ്പെട്ടപ്പോൾ പ്രത്യേകിച്ച് ഒന്നും അവിടുന്ന് കിട്ടിയില്ല. എന്നാൽ മുത്തശ്ശി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നും അത് പ്രിസ്ക്രൈബ് ചെയ്തു കൊടുത്ത ഡോക്ടറിനെയും അറിയാമെന്ന് ജെറി പറഞ്ഞായിരുന്നല്ലോ. ആ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി കെവിനും ജെറിനും കൂടി ഇപ്പോ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഡോക്ടർ മറ്റാരുമല്ല, നമ്മുടെ അബിഗലിനെ നോക്കുന്ന ഡോക്ടർ റെയിൻമോണ്ട് തന്നെയാണ്. സാധാരണ എന്തോ ഒരു മെഡിസിൻ ആണ് അത്. പ്രത്യേകിച്ച് അതിൽ ഒന്നുമില്ല. പ്രായമാകുന്ന സമയത്ത് എല്ലാ സ്ത്രീകളും കഴിക്കുന്നു തന്നെ. എന്നാൽ കെവിൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ മുത്തശ്ശിയുടെ തൊട്ടപ്പുറത്ത് തന്നെ അയൽവാസിയായിട്ട് മറ്റൊരു പെൺകുട്ടി കൂടെയുണ്ട്, അബിഗൽ. അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയോ ഡോക്ടറെ? എന്നാൽ ഡോക്ടർ പറയുന്നത് ഒരു പേഷ്യന്റും ഡോക്ടറും ആകുമ്പോൾ ഞങ്ങൾക്കിടയിൽ പല രഹസ്യങ്ങൾ ഉണ്ടാകും. എനിക്കത് പറയാൻ പറ്റില്ല. സോ ഡോക്ടർ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഡോക്ടർക്ക് ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് എന്തൊക്കെയോ അറിയാം എന്നല്ലേ? അപ്പോ അതൊരു സാധാരണ പെൺകുട്ടി അല്ല എന്ന് നമ്മുടെ കെവിന് ഒരുവിധം മനസ്സിലായിട്ടുണ്ട്. ഇതേ സമയത്തിന് അബിഗലിനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകണം. അതിനുള്ള ധൈര്യം അവൾക്ക് കൊടുക്കണം. അതിനുവേണ്ടി ലിയൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു വരാന്തയിലേക്ക് ഇറങ്ങി ഒരു 10 അടി വെക്കാനുള്ള ധൈര്യം പോലും അവൾക്കില്ല. അത്രയും ദൂരം വരെ അവൾ പോകില്ല. അപ്പോ ലിയൻ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് അവളെ കൊണ്ടുവന്ന് ദാ ആ കാണുന്നു ടേബിളിന്റെ അവിടെ വരെങ്കിലും നീ എന്റെ കൂടെ ഒന്ന് വാ, നമുക്ക് പതിയെ പതിയെ ഒരു പേടി മാറ്റിയെടുക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ അബിഗലിന്റെ കൂടെ പതിയെ പതിയെ അങ്ങോട്ടേക്ക് പോവുകയാണ്. എത്രയോ വർഷത്തിന് ശേഷമാണ് ആ റൂം വിട്ട് ഇത്രയും ദൂരമെങ്കിലും നമ്മുടെ അഭി നടക്കുന്നത്. എന്നാൽ ആ കറക്റ്റ് സമയത്ത് തന്നെ ലിയന്റെ ഹസ്ബൻഡ് ചാർലി വരുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെ 4 കാലിൽ നന്നായിട്ട് കുടിച്ചിട്ടാ വരുന്നത്. അയാളെ കണ്ടപ്പോൾ തന്നെ അഭികളൻ പേടിയാവുകയാണ്. നേരെ പോയിട്ട് ആ ഒരു ടേബിളിന്റെ അടുത്തേക്ക് നടന്നു പോയില്ലേ, അതിനടിയിൽ പോയിട്ട് അവൾ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അതിലൂടെ നടന്നുപോയ ചാർലി ഇപ്പോൾ ടേബിളിന്റെ അടിയിൽ കിടക്കുന്ന അഭിനെ കാണുന്നുണ്ട്. ഒരു കള്ളുകുടിയന്മാരെ അറിയാലോ, അവർ എന്താ പറയാ, തലയ്ക്ക് വെളിവില്ലാതെ ആയിക്കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും സംസാരിക്കും. അപ്പോ ആ രീതിയിൽ അഭിനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. നീ ഇതിന്റെ അടിയിൽ ഉണ്ടായിരുന്ന നീ ആരടി? നീ എന്താ ഇത്ര സ്പെഷ്യൽ ആണോ? പുറത്തേക്കൊന്നും നീ വരില്ലേ? ഇതും പറഞ്ഞ് ഒരു വൃത്തികെട്ട ഭാഷയിൽ അവനങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇത് കേട്ടപാട് ലിയൻ അവനോട് ചൂടാവുകയാണ്. ചാർലി, നീ എന്താ ഈ കാണിക്കുന്നേ? ഇവിടുന്ന് പോ. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ മാത്രം ഇടപെടാൻ നിൽക്കരുത്. അങ്ങനെ ലിയൻ ഇടപെട്ടതുകൊണ്ട്, അതായത് ഒന്നും ചൂടായതുകൊണ്ട് ചാർലി ഒരുപാട് അല ഉണ്ടാക്കാതെ അവിടുന്ന് പോകുന്നുണ്ട്. അബികൾ ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതായത് അവളങ്ങനെ പേടി വരുമ്പോൾ ടേബിളിന്റെ അടിയിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് ചെറുപ്പത്തിൽ അവളുടെ അച്ഛൻ വന്നിട്ട് അവളെ ചീത്തു പറയാ. ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അവൾക്ക് പെട്ടെന്നോട് ഓർമ്മ വന്നു. ആ ഒരു ട്രോമയിൽ നിന്നും ഇപ്പോഴും അവൾക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും കള്ളു കുടിച്ച് നേരെ അപ്പാർട്ട്മെന്റിലേക്ക് പോയ ഈ ഒരു ചാർലി അവന്റെ
അപ്പാർട്ട്മെന്റിലേക്ക് കയറാതെ അവിടെ തുറന്നു കിടക്കുന്ന വാതിൽ, അതായത് അബീഗലിന്റെ അപ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണല്ലോ. സോ നേരെ അതിലൂടെ അവളുടെ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് പോകാം. പെട്ടെന്ന് തന്നെ അഭി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. അവനോട് പുറത്തിറങ്ങാൻ പറ. ഇപ്പോൾ ലിയൻ പറയുകയാണ്, നീ അടങ്ങിയിരിക്ക, അവന്റെ അടുത്തേക്ക് ഇപ്പോ പോകേണ്ട, വൃത്തികെട്ട സ്വഭാവമാണ്. അധികം നേരമൊന്നും കഴിഞ്ഞില്ല, 4 കാലിൽ അതേ റൂമിൽ നിന്ന് തന്നെ ഇപ്പുറത്തേക്ക് ഇവൻ തിരിച്ചു വരികയാണ്. അതായത് ചാർലി തന്നെ ഏതോ ബോധമില്ലായ്മയിൽ നേരെ അങ്ങോട്ടേക്ക് കയറി പോയതാണ്. തുടർന്ന് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇതിനുശേഷം അബിഗൽ നേരെ അവളുടെ അപ്പാർട്ട്മെന്റിൽ പോയിരിക്കുന്നുണ്ട്. പിന്നീട് ലിയൻ അവളുടെ ഹസ്ബൻഡ് ചാർലിയുടെ അടുത്തേക്ക് എത്തുകയാണ്. ഇവിടെ വെച്ചാണ് കഥയുടെ ഒരു ട്വിസ്റ്റ് നമ്മളെ കാണിക്കുന്നത്. ഈ ചാർലി ലിയൻ രണ്ടുപേരും ഈ അപ്പാർട്ട്മെന്റിലേക്ക് മാറിയതിനു ശേഷം ഒരുപാട് വഴക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ചാർലി ലിയനെ തല്ലുന്നുണ്ടല്ലോ. ഇതെല്ലാം അവരുടെ ആക്ടിംഗ് ആയിരുന്നു. ആരെ കാണിക്കാൻ വേണ്ടി? ഈ അഭിനെ കാണിക്കാൻ വേണ്ടി. പതിയെ പതിയെ അബിഗലിനോട് ഒരു സെന്റിമെന്റ് ഉണ്ടാക്കിയിട്ട് ലിയാന് അടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമയായിരുന്നത്. എന്തിനായിരുന്നു ആ ഒരു ഡ്രാമ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നേരത്തെ ഒരു ബോധവുമില്ലാതെ 4 കാലിൽ വന്ന് ചാർലി അബിഗലിന്റെ അപ്പാർട്ട്മെന്റിൽ കയറിയില്ലേ? എന്നാൽ അത് ബോധമില്ലാതെ വന്ന് കയറിയതൊന്നുമല്ല, വ്യക്തമായ പദ്ധതിയോട് കൂടിയിട്ടാണ് ആ ഒരു നേരത്ത് ലിയൻ അബിഗലിനെ പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. അത് അവരുടെ ഒരു പദ്ധതി തന്നെയായിരുന്നു. എന്തിനാണ് അബിഗലിന്റെ റൂമിലേക്ക് ചാർലി പോയത്? അവിടെയാണ് ഇവരുടെ ആ ഒരു മാസ്റ്റർ പ്ലാൻ ഉള്ളത്. അബിഗൽ പേര് മാറ്റി ഇവിടെ താമസിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഈ അബിയൽ എന്നുള്ള കാര്യം ചാർലിക്കും ലിയനും അറിയാം. വാൾട്ടർ ഫാമിലി, ആ ഫാമിലിയുടെ കീഴിലുള്ള അത്രയും കോടാനുകോടി സ്വത്തിന്റെ അവകാശിയായിട്ടുള്ള ജസ്റ്റിൻ വാൾട്ടൺ ആണ് ഈ പെൺകുട്ടി, അതായത് അബിഗൽ എന്ന് നമ്മുടെ ചാർലിക്കും ലിയനും നന്നായിട്ട് അറിയാം. ആ ഒരു കുറച്ചു സമയത്തേക്ക് ചാർലി അവളുടെ അപ്പാർട്ട്മെന്റിനുള്ളിലേക്ക് കയറിപ്പോയില്ലേ? അത് എന്തിനാണെന്ന് വെച്ചാൽ അവളുടെ ലാപ്ടോപ്പിലേക്ക് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ഒരു ലാപ്ടോപ്പിൽ വെച്ച് അബിഗൽ അവളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുകയാണെങ്കിൽ അതിന്റെ ആ ഒരു ID, പാസ്വേഡ്, അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, ഇതെല്ലാം ഇവരുടെ ഫോണിലേക്ക് വരും. അപ്പോ അങ്ങനെ കയറാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനുള്ളിലേക്ക് ചാർലി പോയത്. എന്നിട്ട് ഇനി എന്താണ് അവരുടെ പദ്ധതി? അതായത് ആരാണ് ഈ ജസ്റ്റിൻ വാൾട്ടൺ എന്ന് പുറലോകത്തിന് അറിയുകയില്ല. എന്തായാലും ഈ അബിഗലിന്റെ ആ ഒരു ID, പാസ്വേഡ്, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, ഇതെല്ലാം ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ID മുഴുവനും ലിയൻ കൊടുത്ത് ലിയൻ ജസ്റ്റിൻ വാൾട്ടൺ ആണെന്ന് പറഞ്ഞിട്ട് നേരെ ബാങ്കിലേക്ക് പോകും. അത്രയും വരുന്ന ആ ഒരു എമൗണ്ട് ബാങ്കിൽ നിന്നും പിൻവലിക്കണം. അതായത് ആൾമാറാട്ടം നടത്താൻ പറ്റും. ഇതാണ് ശരിക്കും ഈ ചാർലിയുടെയും ലിയന്റെയും പദ്ധതി. എന്തായാലും പദ്ധതിയുടെ ആദ്യ ഭാഗം എന്നോണം നമ്മുടെ അബിഗളുടെ ലാപ്ടോപ്പിലേക്ക് ആ ഒരു ബഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കേറ്റാൻ വേണ്ടി ഇവർക്ക് പറ്റിയിട്ടുണ്ട്. ഇതേ നേരം തന്നെ അബിഗളിനെ കാണിക്കുകയാണ്. ആകെ അബദ്ധം പറ്റി അവരോട് കൂട്ടുകൂടാൻ പാടില്ലായിരുന്നു. അവളോട് സഹതാപം കാണിച്ചതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നത് എന്നിങ്ങനെ അബിഗൾ സ്വയം പറയുന്നുണ്ട്. എന്നാൽ അവളുടെ ലാപ്ടോപ്പിൽ ഇതുപോലെ ഓരോ സോഫ്റ്റ്വെയറുകൾ കേറ്റിവെച്ചു എന്നുള്ള കാര്യമൊന്നും അവൾ അറിയുന്നില്ല കേട്ടോ. എന്തായാലും അബിഗളിനെ കാണാൻ വീണ്ടും ലിയൻ വന്ന സമയത്ത് അബിഗ ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെടുകയാണ്. ഇനി നീയുമായിട്ട് യാതൊരു കമ്പനിയും ഇല്ല, എനിക്ക് എവിടെയും പോകണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി. ഇത് പറഞ്ഞിട്ട് ലിയനെ അബിഗളെ പുറത്താക്കുകയാണ്. ഇനി വേണ്ട, യാതൊരു കമ്പനിയും വേണ്ട. ഓക്കേ ലിയൻ, അതുപോലെ തന്നെ ചാർലി വിചാരിച്ച കാര്യങ്ങൾ നടന്നല്ലോ. ഇനി അവൾ ആ ഒരു ബാങ്കിന്റെ ആ ഒരു വെബ്സൈറ്റിലേക്ക് ഒന്ന് കയറിയാൽ മതി, എല്ലാ ഡാറ്റാസും ഇവരുടെ ഫോണിലേക്ക് വരും. എന്നാൽ ഈ നേരത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അതായത് ഈ ഹോട്ടലിന്റെ ഒരു മാനേജർ ഉണ്ടല്ലോ, ഇയാള് നമ്മുടെ ചാർലി അന്ന് ലിഫ്റ്റിൽ വെച്ച് കണ്ടപ്പോൾ, എടോ നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടല്ലോ എന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് എവിടെയാണെന്ന് അറിയോ? അതിനു മുന്നേ ആരായിരുന്നു ഈ മാനേജർ എന്നൊന്നും നമ്മൾ അറിയണം. പുള്ളി ഇപ്പോ വലിയ ഡീസന്റ് ആണ്. ഹോട്ടലിന്റെ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിന്റെ മാനേജർ ഒക്കെയാ. 11 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്നാ ഈ 11 വർഷങ്ങൾക്ക് മുന്നേ ഇയാൾ എവിടെയായിരുന്നു? മറ്റെവിടെയല്ല, ജയിലിൽ തന്നെ. ആ ജയിലിൽ ഇയാൾ കിടക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് ഈ അപ്പാർട്ട്മെന്റ് മാനേജർ നമ്മുടെ ചാർലിയെ കണ്ടത്. സോ ചാർലിയും ഒരു ക്രിമിനൽ ആണ്, അവനും ജയിലിൽ കിടന്നതാണ്. അപ്പോ ഈ ഒരു മാനേജർ വിചാരിക്കുന്നുണ്ട്, ഈ ജയിലിൽ കിടന്നവൻ എന്തായാലും നല്ല ജോലിയൊന്നും ആരും കൊടുക്കാൻ പോകുന്നില്ല, ഇത്രയും നല്ല കോട്ടും സ്യൂട്ടും ഒക്കെ കിട്ടി, ഇവൻ ഡെയിലി ഇങ്ങനെ ഇവിടെ വന്നു പോകണമെങ്കിൽ എന്തോ ഒരു ഉടായ്പ ഉണ്ട്. അപ്പോ അത് ചോദിക്കാനായിട്ട് ഈ ചാർലിയുടെ അടുത്തേക്ക് മാനേജർ ചെല്ലുകയാണ്. അപ്പോ മാനേജറോട് ചാർലി പറയുകയാണ്, വാ നമുക്കൊന്ന് മാറി നിന്ന് സംസാരിക്കാന്ന് പറയാൻ. എന്തിനായിരിക്കും ഈ മാറ്റി നിർത്തി സംസാരിക്കാൻ പോകുന്നത്? അതിനു തന്നെ അവിടെ വെച്ച് അവനെ തട്ടാൻ വേണ്ടി കഴുത്തിൽ ഒരു കയറിട്ട് ഞെരുക്കി അവനെ കൊല്ലാൻ നോക്കുമ്പോ ആ ഒരു ഗ്യാപ്പിൽ എങ്ങനെയൊക്കെയോ പിടഞ്ഞ് ചാടി എഴുന്നേറ്റ് അവനെ അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ വിളിച്ചു പറയുന്നുണ്ട്, നോക്കിക്കോടാ, നിന്റെ എല്ലാ പ്ലാനും ഞാൻ പൊളിക്കും, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് എല്ലാം ഞാൻ കണ്ടുപിടിക്കും, നോക്കിക്കോ, ശരിയാക്കി തരാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആ ഒരു ഓടുന്ന ഓട്ടത്തിൽ റോട്ടിലേക്ക് അങ്ങ്
ഇറങ്ങി. അപ്പോ തന്നെ ഒരു ബസ് വരികയാണ്. ഇയാളുടെ മേത്ത് തട്ടി സ്പോട്ടിൽ ഔട്ടായി. മാനേജർ ഡെഡ് ആവുകയാണ്. പക്ഷേ സംഗതി കുറച്ച് സീരിയസ് ആയി മാറിയിരിക്കുകയാണ്. അതായത് വാർത്തയിൽ പലരും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ച് ഒരു അപകടം നടന്നു. ഈ ഒരു അപ്പാർട്ട്മെന്റ് മാനേജർ മരിച്ചിട്ടുണ്ടെങ്കിലും ഇയാളുടെ കഴുത്തിൽ കയറ് മുറുക്കിയതിന്റെ പാടുകളുണ്ട്. അതിനർത്ഥം ഇയാളെ ആരോ കൊല്ലാൻ ശ്രമിച്ച സമയത്ത് ഓടി രക്ഷപ്പെട്ടു വരുന്ന വഴി ആണ് അപകടം. സോ അതിന്റെ ഭാഗമായിട്ട് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതേ നേരം തന്നെ റൂമിൽ ഇരിക്കുന്ന ചാർലിയോട് ലിയൻ പറയുന്നുണ്ട്, എന്റെ പൊന്നു ചാർലി, നീ ആളുകളെ കൊല്ലുന്ന ഈ ഒരു പരിപാടി ഇതൊന്നും നിർത്തുമോ? നീ എന്തിനാ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നേ? ഇപ്പോൾ ചാർലി പറഞ്ഞു, എന്റെ പൊന്നു ലിയൻ, നമ്മുടെ എല്ലാ പ്ലാനുകളും അധികം വൈകാതെ അവൻ മനസ്സിലാകും. അവനെ തട്ടുകയല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു. ഇതേ നേരം തന്നെ ചാർലിക്ക് ഒരു കോൾ വരുന്നുണ്ട്. ആ വിളിച്ച ആൾ പറയുകയാണ്, ചാർലി, ലിയൻ, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യണം. അതായത് രണ്ടുപേരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനു പിന്നിൽ ഒരു മാസ്റ്റർ മൈൻഡ് കൂടെ ഉണ്ട്. ആരായിരിക്കും ആ ഒരു മാസ്റ്റർ മൈൻഡ്? എന്തായാലും അത് ആരാണെന്ന് ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് മനസ്സിലാക്കാം. അതിനു മുന്നേ വീണ്ടും നമ്മുടെ അഭികലിനെ കാണിക്കുകയാണ്. അവൾ ഈ ഒരു മാനേജർ മരിച്ച കാര്യം അറിഞ്ഞു. അപ്പോൾ തന്നെ ഡോക്ടറെ വിളിക്കുകയാണ്. ഡോക്ടറെ, അയാൾ മരിച്ചുപോയി. ആകെ ഞാൻ കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നത് അയാളുമായിട്ട് മാത്രമായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ ഡോക്ടറെ എന്നും ചോദിക്കുമ്പോൾ, മോളെ, നീ ഒന്ന് കൂൾ ആവൂ, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം. ഡോക്ടറെ പറ്റുവാണെങ്കിൽ ഒന്ന് ഇപ്പോ ഇങ്ങോട്ടേക്ക് വരൂ എന്ന് അഭി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, മോളെ, സമയം എന്തായി നോക്ക്, ഞാൻ നാളെ വരാ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഡോക്ടർ എന്താക്കി ഇയാളുടെ മെയിൻ ഹാളിലേക്ക് ചെല്ലുകയാണ്. അയാളുടെ വീട്ടിൽ തന്നെ ആ നേരം അവിടെ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല, ചാർലിയും ലിയനും. അതിനർത്ഥം എന്താണ്? അവർക്ക് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതും, അതായത് ജസ്റ്റിൻ വാൾട്ടൺ എന്ന ആ ഒരു പെൺകുട്ടി പേര് മാറ്റി താമസിക്കുന്നത്, അബിഗലായിട്ട് താമസിക്കുന്നത്. അബിഗൽ ഈ ജസ്റ്റിൻ വാൾട്ടൺ ആണ്. ഈ വിവരം മുഴുവനും ചാർലിക്കും ലിയനും പറഞ്ഞു കൊടുത്തതും ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ നിന്നു. അവരുടെ ആ ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഡോക്ടർ തന്നെയാണ്. അതായത് കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു അബിഗലിനെ. ഒരു അച്ഛന്റെ സ്നേഹവും കെയറും എല്ലാം കൊടുത്ത് അവളെ ഇല്ലാതാക്കാൻ തന്നെയായിരുന്നു. അവളുടെ ആ ഒരു 700 കോടി രൂപയുടെ മുകളിൽ വരുന്ന ആ ഒരു സ്വത്ത് ഉണ്ടല്ലോ, അത് അടിച്ചു മാറ്റാൻ തന്നെയായിരുന്നു ഇവരുടെ ഉദ്ദേശം. അപ്പോ അതിന്റെ ആദ്യ പ്ലാൻ എന്നോളം നമ്മുടെ അഭികളുടെ തൊട്ടടുത്തുണ്ടായിരുന്ന അപ്പാർട്ട്മെന്റിലെ ആ ഒരു മുത്തശ്ശിയെ കൊന്നു കളയുകയാണ്. അതും ഡോക്ടർ പറഞ്ഞിട്ട് ചാർലി തന്നെയാണ് ആ ഒരു മുത്തശ്ശിയെ പോയി കൊന്നു കളഞ്ഞത്. ആ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. എന്തിനാണ് മുത്തശ്ശിയെ കൊന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, പിന്നീട് മുത്തശ്ശി മരിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ ആ ഒരു അപ്പാർട്ട്മെന്റ് വിൽക്കാൻ വെക്കുമല്ലോ. സോ ആ നേരത്ത് ചാർലിയും ലിയനും കൂടെ അത് വാങ്ങി. എന്നിട്ട് മനഃപൂർവ്വം അവിടെ നിന്നു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ലിയൻ പതിയെ അഭികൾ ആയി ഒരു ബോണ്ട് ഉണ്ടാക്കി അതിലൂടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു പാവം മുത്തശ്ശിയെ കൊന്നു തന്നെ. എന്തായാലും ഡോക്ടർ പറയുകയാണ്, ചാർലി, നമ്മുടെ പ്ലാൻ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്താണെങ്കിലും അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല. പല അപാകതകളും നിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു. ആദ്യം തന്നെ ആ ഒരു മുത്തശ്ശിയെ കൊന്ന കാര്യത്തിൽ ഇപ്പോ ആ ഒരു പോലീസുകാരൻ ഉണ്ടല്ലോ, കെവിൻ, അയാൾക്ക് നല്ല സംശയമുണ്ട് അതൊരു സാധാരണ മരണമാണോ എന്ന്. അയാൾ പറയുന്നത് അതൊരു കൊലപാതകമാണെന്നാണ്. അയാൾ എന്റെ അടുത്ത് വരെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ നീ ആ ഒരു മാനേജറെയും കൊന്നുകളഞ്ഞു. അതായത് നമ്മുടെ പദ്ധതി നല്ല രീതിയിലല്ല മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാത്തിലും ഓരോ മിസ്റ്റേക്കുകൾ നീ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് ചാർലി. അതുകൊണ്ട് ചാർലി, ലിയൻ, നമ്മൾ ഈ ഒരു പദ്ധതിയുമായിട്ട് ഇനി മുന്നോട്ടേക്ക് പോകുന്നില്ല. കാശും വേണ്ട, ഒന്നും വേണ്ട. ഇതിന്റെ പിറകിൽ നടന്ന അവസാനം പെടാൻ പോകുന്നത് ഞാനായിരിക്കും. അതുകൊണ്ട് എല്ലാം ക്യാൻസൽ ചെയ്തേക്ക്. അഭികളുടെ കാശ് ഒന്നും നമുക്ക് വേണ്ടെന്ന് പറയുന്നത്. എന്നാൽ ചാർലി വിട്ടുകൊടുക്കുന്നില്ല. ഡോക്ടറെ, എന്താ ഈ പറയുന്നത്? നമ്മൾ അവസാനത്തെ സ്റ്റേജ് വരെ വന്നു. അവളുടെ ആ ഒരു ബാങ്കിംഗ് അക്കൗണ്ടിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്താൽ മതി. അവളുടെ എല്ലാ അടിയും നമുക്ക് കിട്ടും. അവളുടെ ആ ഒരു സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ വരെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ കാശ് നമ്മുടേതല്ലേ. എന്തിനാ ഡോക്ടർ ഈ പദ്ധതി വേണ്ടെന്ന് വെക്കുന്നേ എന്ന് പറഞ്ഞാലും ഡോക്ടർ സമ്മതിക്കുന്നില്ല. വേണ്ട, ഇനി ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ടേക്ക് പോയാൽ നന്നായിട്ട് പാളും. നിങ്ങൾ എന്തായാലും ഇവിടുന്ന് പോയിക്കോ. ഇനി ഒന്നും വേണ്ട, ക്യാൻസൽ എന്ന് പറയാം. എന്തായാലും എനിക്ക് തോട്ടത്തിൽ കുറച്ച് പൂച്ചെടികൾ നനക്കാനുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോക എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിന്റെ വീട്ടിന്റെ ആ ഒരു ഗാർഡനിലേക്ക് ചെല്ലുകയാണ്. ഇതേ നേരം തന്നെ ചാർലി ലിയനോട് പറയാണ്, ലിയ, നീ ഇവിടെ വന്നിരിക്ക, ഞാൻ ഡോക്ടറിനോട് സംസാരിച്ചിട്ട് വരാം. ഡോക്ടറിന്റെ പിന്നാലെ ആ ഒരു ഗാർഡനിലേക്ക് ചെല്ലുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞു. ഗാർഡനിലേക്ക് പോയ ഡോക്ടറെയും കാണുന്നില്ല, അതുപോലെ തന്നെ ചാർലിയും കാണുന്നില്ല. അപ്പോ എന്താ സംഭവം എന്നിട്ട് നോക്കാൻ വേണ്ടി ലിയൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവൾ കണ്ട കാര്യം എന്താ എന്ന് അറിയോ? ഡോക്ടറെ ചാർലി കൊന്നിട്ടുണ്ട്. ഒരുമാതിരി കൊലവറി പിടിച്ച ഒരു മനുഷ്യൻ തന്നെയല്ലേ. എന്തായാലും ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ നിന്ന് ഇതിനും കൂടി അങ്ങ് നിൽക്കാന്ന് പറഞ്ഞിട്ട് ലിയനും ചാർലിയും രണ്ടുപേരും ആ ഒരു തോട്ടത്തിൽ തന്നെ ഡോക്ടറെ കുഴിച്ചു മൂടുകയാണ്. ഇതിനുശേഷം ഡോക്ടർ ആ ഒരു വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആ നന്നേരം ലിയൻ ചോദിക്കുന്നുണ്ട്, നീ ഡോക്ടറുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ടുണ്ടാവുമല്ലോ. ചാർലി പറഞ്ഞു, അയ്യോ, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന്. അതായത് ഡോക്ടറെ കുഴിച്ചു മൂടിയപ്പോൾ അയാളുടെ
അയാളുടെ കീശത്തിൽ തന്നെയാണ് ആ ഒരു ഫോൺ ഉണ്ടായത്. ഇന്ന് രാത്രി തന്നെ നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തേ മതിയാകൂ. അപ്പോൾ ചാർലിയും ലിയനും കൂടെ നേരെ അവരുടെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോകുകയാണ്. എന്നിട്ട് അവരുടെ പദ്ധതി അനുസരിച്ച് ചാർലിയും ലിയനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുകയാണ്. ചാർലി ലിയനെ അടിക്കുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട്. അതും ഭയങ്കര ബഹളത്തിലാ കേട്ടോ. നമ്മുടെ അഭി കേൾക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ലിയന്റെ കരച്ചിൽ കേട്ട് അഭി വാതിൽ തുറന്നു പോവാണ്. അതേ സമയത്ത് ലിയനും ചാർലിയും കൂടെ അഭിന്റെ റൂമിലേക്ക് വന്നിട്ട് അവിടെ നിന്നായി രണ്ടെണ്ണം കൂടെ ഫൈറ്റ്. ഇതിനിടയിൽ ഒരു ഗൺ എടുത്ത് ചാർലി ലിയനെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ ദേഹത്ത് ബുള്ളറ്റ് കയറുന്നില്ല. പകരം ആ ഒരു ഗൺ എടുത്ത് ഇപ്പോ ചാർലിയുടെ നെഞ്ചിലേക്ക് ലിയ ഷൂട്ട് ചെയ്യുകയാണ്. ബുള്ളറ്റ് കയറിയെങ്കിലും അവൻ മരിച്ചിട്ടൊന്നുമില്ല, ചോരയൊക്കെ വരുന്നുണ്ട്. ഒരുമാതിരി കൊലവറി പിടിച്ചതുപോലെ ലിയനെ ചാർലി ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടു ആകെ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണല്ലോ അബിക. അബി ഒന്നും നോക്കിയില്ല, അവിടുന്ന് ഒരു കത്തി എടുക്കുകയാണ്. ആശാന്റെ പിന്നാമ്പുറത്ത് കൂടെ ഒരു 4-5 തവണ അടിച്ചു കയറ്റി കൊടുക്കുകയാണ് ട്ടോ. സ്പോട്ടിൽ ഔട്ട്. ഇത് കണ്ടു ഷോക്കായി ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുകയാണ്. മറ്റാരുമല്ല ലിയൻ. രണ്ടുപേരും കൂടെ ഒരു നാടകം നടത്തിയതാണ്. പക്ഷേ അത് ഒറിജിനൽ ആണെന്ന് കരുതിയിട്ട് അബി ലിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചാർലി ഒറ്റ അടിക്ക് തീർത്തു കളിയാണ്. അപ്പോ ലിയൻ ഇപ്പോ എന്താ ചെയ്യേണ്ട എന്ന് തിരിയുന്നില്ല. പക്ഷേ എന്തായാലും പ്ലാനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകല്ലാതെ വേറെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ ചാർലി പോവുകയാണെങ്കിൽ പോട്ടെ, എന്തായാലും ഇപ്പോ അബികളുടെ കൂടെ അങ്ങ് നിൽക്കാന്ന് ലിയൻ തീരുമാനിച്ചു. എന്തായാലും ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞപ്പോൾ അഭികൾ ആകെ വിറച്ചിട്ടുണ്ട്. അവൾ വേഗം തന്നെ ഡോക്ടറെ വിളിക്കുകയാണ്. എന്നാൽ ഡോക്ടർ ഓൾറെഡി മരിച്ചിട്ടല്ലോ. അയാളുടെ സെൽഫോൺ ആ ഒരു എന്താ പറയാ അയാളെ കുഴിച്ചിട്ടില്ലേ, അതിനിടയിൽ നിന്ന് റിം ആവുന്നുണ്ട്. പക്ഷേ അവിടെ ആരുമില്ല. ഇതെല്ലാം കണ്ടപ്പോൾ ലിയൻ പറയുകയാണ്, അഭിക നീ എന്താ ഈ ചെയ്യുന്നേ? ആരെയാ വിളിക്കുന്നേ? നീ ഒരാളെ കൊന്നു കഴിഞ്ഞു. കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട, നീ എന്റെ കൂടെ വാ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാം. കാശുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് അഭികൾ ചോദിക്കുമ്പോൾ ലിയ പറയുകയാണ്, തീർച്ചയായിട്ടും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാം. നോക്കട്ടെ എന്റെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഭി വേഗം തന്നെ അവളുടെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ ലോഗിൻ ചെയ്തതും അതേ നേരം തന്നെ ഇപ്പോ ലിയന്റെ ഫോണിലേക്ക് മെസ്സേജ് വരികയാണ്. അതായത് അബിഗലിന്റെ ആ ഒരു പാസ്വേർഡും ഐഡിയും അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും. അതായത് ഇവരുടെ പദ്ധതി എന്താണോ അത് പൂർണ്ണമാക്കി കഴിഞ്ഞു. പക്ഷേ പദ്ധതിയിട്ട 2 ആൾക്കാർ ചാർലിയും ഡോക്ടറും ഇപ്പോ ജീവനോടില്ല. ഇതേ നേരം തന്നെ നമ്മുടെ കെവിൻ ഉണ്ടല്ലോ, അബിഗലിന്റെ വീട്ടിൽ ചായ കുടിക്കാൻ കയറി. അതായത് ഫസ്റ്റ് ടൈമിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ ആ ഒരു കപ്പിൽ ഒരു ചിഹ്നം കണ്ടായിരുന്നല്ലോ, എം എന്നുള്ളത്. അപ്പോ ആ ഒരു എം, ആ ലോഗോ എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചായിരുന്നു. പക്ഷേ അയാൾ ഒരു കാര്യമാണ് നമ്മുടെ കെവിനോട് പറയുന്നത്, ഇത് എം അല്ല W ആണ്. ഈ ഒരു ലോഗോ ഉപയോഗിച്ചിരുന്നത് വാൾട്ടർ ഫാമിലി ആണ്. അതായത് വാൾട്ടർ ഫാമിലിയിലെ ഒരു ലോഗോ നമ്മുടെ അബികളുടെ റൂമിൽ ഒരു കപ്പിൽ വരണമെങ്കിൽ അതിനർത്ഥം എന്താണ്? വാൾട്ടർ ഫാമിലിയിലെ ഒരാളാണല്ലോ ആ ഒരു പെൺകുട്ടി. എന്തായാലും ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, മരിച്ചുപോയ ആ ഒരു മുത്തശ്ശി, അബികളുടെ അയൽവാസി ആയിട്ടുള്ള ആ ഒരു മുത്തശ്ശി, ആ മുത്തശ്ശി ഈ ഒരു വാൾട്ടർ ഫാമിലിയിൽ ജോലി ചെയ്ത ആള് കൂടിയായിരുന്നു. സംതിങ് ഫിഷി എന്തൊക്കെയോ തോന്നിയ ഈ ഒരു കെവിൻ ഉണ്ടല്ലോ നേരെ ഡോക്ടറെ കാണാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കാരണം ഡോക്ടറുടെ പേഷ്യന്റ് ആണ് അബിയൽ എന്ന് ഇപ്പോ കെവിന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഡോക്ടറുടെ പേഷ്യന്റ് ആണല്ലോ അബിയൽ, അതുകൊണ്ട് ഡോക്ടറോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാൻ എന്ന് കരുതിയിട്ട് അയാളുടെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് ഡോക്ടർ ഒരുപാട് തവണ വിളിച്ചു, പക്ഷേ യാതൊരു മറുപടിയുമില്ല. ആ നേരത്ത് ഡോക്ടറുടെ ഒരു പട്ടി ഉണ്ടായിരുന്നു അവിടെ. ആ പട്ടി ഗാർഡിന്റെ ഒരു ഭാഗത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് കുറിച്ചുകൊണ്ടിരിക്കെ അവിടെ മണ്ണ് തോണ്ടിയതിന്റെ പാടും കെവിനും ചെറിയും കാണുന്നുണ്ട്. അതേ നേരം തന്നെ ഡോക്ടറുടെ ഫോണിലേക്ക് ഇവർ വിളിച്ചു നോക്കുമ്പോൾ അടിയിൽ നിന്ന് മണ്ണിനയിൽ നിന്ന് ഫോൺ റിം ആവുകയാണ്. അതായത് ഡോക്ടർ ആരോ കൊന്നു ഇവിടെ കുഴിച്ചിട്ടു എന്നുള്ള കാര്യമാണ് കെവിന് മനസ്സിലായി. വേഗം തന്നെ കെവിൻ ഇപ്പോ അബിഹിലിനെ വിളിക്കുകയാണ് അബിയുടെ ഫോണിലേക്ക്. എന്നാൽ ആ ഫോൺ എടുത്തത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ലിയൻ ആയിരുന്നു. എന്നാൽ ആ കാര്യം നമ്മുടെ കെവിൻ അറിയില്ലല്ലോ. ഇപ്പോൾ അബിഹൽ ആണെന്ന് കരുതിയിട്ട് കെവിൻ ഒരു കാര്യം പറയുകയാണ്, അബികൾ നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ വലിയ സമ്പത്ത് തട്ടിയെടുക്കാനായിട്ട് ആരൊക്കെയോ ചില പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറയുന്നത് ആ കാര്യം ലിയനാണ് കേട്ടത്. ലിയൻ പതിയെ ഫോൺ കട്ട് ചെയ്തു അവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അബീഗലിനോട് പറയുകയാണ്, നീ എന്തായാലും കുളിച്ച് റെഡിയാവും, ഞാൻ എന്റെ റൂമിൽ പോയിട്ട് ഒന്ന് കുളിച്ച് റെഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ലിയൻ നേരെ അവളുടെ റൂമിലേക്ക് പോയി. എന്നിട്ട് പെട്ടെന്ന് ടപ്പേ ടപ്പേ എന്ന് അവളുടെ വേഷം മാറുകയാണ്. അവളുടെ ഹെയർ സ്റ്റൈൽ, വസ്ത്രത്തിന്റെ ആ ഒരു സ്റ്റൈൽ എല്ലാം ടോട്ടലി മാറ്റിയിട്ട് അബികളുടെ അതുപോലെ തന്നെ ആക്കി അവൾ നേരെ പോകുന്നത് അബിയുടെ ആ ഒരു അക്കൗണ്ട് ഉള്ള ബാങ്ക് ഉണ്ടല്ലോ ആ ബാങ്കിലേക്കാണ്. അവിടെ എത്തിയ ലിയൻ പറയുന്നത് അവളാണ് ജസ്റ്റിൻ വാൾഡർ. അതിനുള്ള പ്രൂഫും കാര്യങ്ങളും ഐഡി കാർഡും അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും ഇതെല്ലാം ഇപ്പോൾ ലിയൻ കാണിക്കുന്നുണ്ട്. സോ ഈ ബാങ്ക് നോക്കുമ്പോൾ 20 വർഷങ്ങൾക്ക് മുന്നേ കാണായ ജസ്റ്റിൻ വാൾട്ടൺ അത് ഇത് തന്നെയാണ്. ഐഡി വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. എന്തായാലും ജസ്റ്റിൻ വാൾട്ടനെ ഇവർ ആരും കണ്ടിട്ടില്ലല്ലോ. പക്ഷേ അവൾ പറഞ്ഞ ആ ഒരു ഐഡി നമ്പറും സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും ഇതെല്ലാം കറക്റ്റ് ആണ്.
അതുകൊണ്ട് തന്നെ ഇപ്പോ ലിയൻ പറയുകയാണ് എന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന എല്ലാ കാശും എനിക്ക് ഇപ്പോ തന്നെ വേണം, അത് ഇപ്പോ പിൻവലിക്കണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് മാനേജർ അതിനുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒക്കെ നോക്കാൻ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ അബിക്കൽ അറിയുന്നില്ല. അബി എന്നാൽ യഥാർത്ഥ ജസ്റ്റിൻ വാൾട്ടനാണ്. അപ്പോ ഈ ലിയൻ പറഞ്ഞതുപോലെ അവൾ നല്ല കുളിച്ച് ഫ്രഷായി താഴേക്ക് വന്ന് അവർ മരിച്ചു കിടക്കുന്ന ചാർലി ഉണ്ടല്ലോ അവന്റെ ബോഡിയൊക്കെ ഒന്ന് മൂടി വെക്കാം എന്ന് കരുതിയിട്ട് അവന്റെ അരികിലേക്ക് വന്നപ്പോൾ അവന്റെ കീശയിൽ നിന്നും ഒരു പേഴ്സ് വീണു കിടക്കുന്നത് കാണുകയാണ്. ആ പേഴ്സ് എവിടെയോ കണ്ടതായിട്ട് അഭികന് ഓർമ്മ വരുന്നുണ്ട്. കാരണം ഡോക്ടർ ഉപയോഗിക്കുന്ന അതേ പേഴ്സ് തന്നെ. എടുത്തു നോക്കിയപ്പോൾ ഡോക്ടറുടെ പേഴ്സ് തന്നെ. അന്ന് രാത്രി ഡോക്ടറെ കൊന്ന സമയത്ത് അയാളുടെ പോക്കറ്റിൽ നിന്നും ആ ഒരു ഫോൺ എടുക്കാൻ മറന്നെങ്കിലും പേഴ്സ് എടുക്കാനായിട്ട് ചാർലി മറന്നില്ല. അതായത് ഒരു പക്കാ ക്രിമിനൽ തന്നെ. അതിന്റെ പുറമെ ഈ മരിച്ചു കിടക്കുന്ന ചാർലി ഇല്ലേ, ഇവന്റെ ഷർട്ടിന്റെ ഇടയിലൂടെ ചെറിയൊരു വയർ കാണുകയാണ്. അതുകൊണ്ട് അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഒന്ന് വലിച്ചു നോക്കിയപ്പോൾ ഒരു ബ്ലഡിന്റെ പാക്കറ്റ് ആയിരുന്നു. അതായത് ചാർലിയുടെ ദേഹത്തേക്ക് വെടിയുണ്ട തട്ടുമ്പോൾ ശരിക്കും ഫേക്ക് ആയിട്ടുള്ള ബ്ലഡ് വരാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു അത്. അതിനും പുറമെ മറ്റൊരു കാര്യം കൂടി അഭി കാണുന്നുണ്ട്. ഈ ചാർലിയും ലീയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും എന്ന് പറഞ്ഞു ഉപയോഗിച്ച ആ ഒരു ഗൺ ഉണ്ടല്ലോ, അത് ഫേക്ക് ആണെന്ന്. അപ്പോ അതേ നിമിഷം തന്നെ അഭികലിന് ഒരു കാര്യം മനസ്സിലായി. അവൾ ചതിക്കപ്പെടുകയായിരുന്നു. ഇവർ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. വേഗം തന്നെ അഭി ഇപ്പോ നമ്മുടെ കെവിന്റെ ആ ഒരു വിസിറ്റിംഗ് കാർഡ് ഇവിടെ വെച്ചിട്ടാണല്ലോ പോയത്. സോ അതിൽ നമ്പർ ഉണ്ടായിരുന്നു. വേഗം തന്നെ കെവിനെ വിളിക്കുകയാണ്. അഭി ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ കെവിൻ പറയുന്നത്, മാഡം ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടു അല്ലേ ഉള്ളൂ. ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. വീണ്ടും നമ്മുടെ അഭിന് കാര്യം മനസ്സിലായി. അതായത് എല്ലാവരും കൂടെ വട്ടത്തിൽ നിന്ന് അവളെ ചതിക്കുകയായിരുന്നു ലിയൻ. അവൾ ഒരു പക്കാ ഫ്രോഡ് ആണെന്ന് മനസ്സിലായി. കാരണം അരമണിക്കൂർ മുന്നേ ഈ ഒരു കെവിൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടാവുക അത് മിക്കവാറും ലിയൻ ആയിരിക്കും. എന്തായാലും അഭിക ഫോൺ എടുക്കുന്നു. പിന്നീട് അഭികൾ തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്. എല്ലാവും എന്റെ കയ്യിലുള്ള ആ ഒരു കാശ് അടിച്ചു മാറ്റാനല്ലേ ഇത്ര വലിയ നാടകങ്ങൾ കളിച്ചത്, ഞാൻ തന്നെ കാണിച്ചു തരാം. പണി ഞാൻ തന്നെ തരുന്നുണ്ട്. അവൾ അവളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ കയറിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. അതിനുശേഷം മീഡിയ വിളിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, 20 വർഷമായിട്ട് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന വാൾട്ടർ ഫാമിലിയിലെ ജസ്റ്റിൻ വാൾട്ടർ ഇപ്പോ അബിഗൽ എന്ന പേരിൽ ആൾമാറാട്ടം നടത്തിയ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അവൾ ഇപ്പോൾ ഒരു ബാങ്കിലേക്ക് പോയിട്ട് അവളുടെ കാശ് മുഴുവൻ പിൻവലിക്കാൻ വേണ്ടി ആ ബാങ്കിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോയാൽ വർഷങ്ങൾക്ക് മുന്നേ കാണാതായ ജസ്റ്റിൻ വാൾട്ടനെ കാണാൻ കഴിയും. അബിഹൽ എന്ന പേരിൽ ഇപ്പോൾ താമസിക്കുന്ന ജസ്റ്റിൻ വാൾട്ടനെ, അതായത് നമ്മുടെ ലീൻ ആ ഒരു ബാങ്കിൽ ഇരിക്കുമ്പോൾ അവൾ അറിയാതെ തന്നെ അവൾക്കുള്ള പണി ഇങ്ങോട്ടേക്ക് വരുവാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാങ്കിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ എമൗണ്ട് അല്ലേ, ഫോർമാലിറ്റീസും അതുപോലെ തന്നെ നല്ല ടഫ് ആയിരുന്നു. എന്തായാലും ലിയൻ പറഞ്ഞു കൊടുത്ത ആ ഒരു ഐഡി, പാസ്വേഡ്, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ജസ്റ്റിൻ വാൾട്ടൻ തന്നെയാണ്. സോ ആ ബാങ്കുകാരും വിശ്വസിക്കുകയാണ് ഇത് തന്നെയാണ് ജസ്റ്റിൻ വാൾട്ടൻ. പിന്നീട് അക്കൗണ്ടിൽ എല്ലാം കാശും വേണമെന്ന് ഇപ്പോ ഈ ഒരു ലിയൻ, അതായത് ജസ്റ്റിൻ വാൾട്ടൻ ആയിട്ട് വന്ന ലിയൻ പറയുന്നുണ്ട്. ഓക്കെ മാഡം, നമുക്ക് നോക്കാം. അല്ല എന്റെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് ഇപ്പോ നിലവിൽ? ലിയൻ ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ മാനേജർ പറയുന്നു, അത് പിന്നെ മാഡം 720. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ലിയൻ ആകെ നെട്ട്, എന്ത് 720 മില്യണോ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവൾ നെഞ്ചത്ത് കൈവച്ചു പോവുകയാണ്. ഇതേ നേരം തന്നെ ഈ ബാങ്ക് മാനേജർ പറയുന്നുണ്ട്, അത് മേഡം മില്യൺ ഒന്നുമല്ല, $7.20. $7 ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ ഇമ്മാതിരി പ്ലാൻ ഒക്കെ ചെയ്ത് ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നേ എന്നുള്ളിൽ കിടന്ന് കരയാണ് ലിയൻ. സംഭവം എന്താണെന്ന് മനസ്സിലായോ? എല്ലാ ചതിയും മനസ്സിലായ അബിഗൽ എന്താക്കി, അവളുടെ അക്കൗണ്ടിൽ നിന്നും ഈ $7.20 അതൊഴികെ ബാക്കി എല്ലാം റിമൂവ് ആക്കി, അതായത് മറ്റൊരു അക്കൗണ്ടിലേക്ക് സെൻഡ് ആക്കി. എന്നിട്ട് അതിൽ വെറും $7.20 വെച്ചു. എന്തിനാണെന്ന് അറിയോ? അതായത് ലിയൻ അവളുടെ ആ ഒരു കഥ പറഞ്ഞായിരുന്നല്ലോ, ചെറുപ്പത്തിൽ അവൾ വീട് വിട്ടു ഓടിയ സമയത്ത് അച്ഛന്റെ കയ്യിൽ നിന്നും $7.20 എടുത്തായിരുന്നു എന്ന്. എന്റെ കയ്യിൽ ഇപ്പോഴും ആ ഒരു പൈസ മാത്രമേയുള്ളൂ എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടാണ് അബിഗൽ അവളുടെ അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് വെച്ചത്. $7.20 ആകെ കൂടി തല കറങ്ങി ഒരു അവസ്ഥയിൽ ലിയൻ ഇപ്പോ ആ ഒരു ബാങ്ക് വിട്ടു പോകുന്ന സമയത്ത്, ഹലോ മേഡം ഒന്ന് നിൽക്കൂ എന്ന് ചോദിക്കുകയാണ്. നോക്കുമ്പോൾ ആരാണ്, മറ്റാരുമല്ല നമ്മുടെ അബിഗൽ തന്നെ. അബിഗലിനെ കണ്ടപാട്ടന്നെ നമ്മുടെ ലിയന്റെ മുഖം വല്ലാണ്ട് ചൂളി പോവുകയാണ്. അതായത് നല്ല കിടിലം പണിയല്ലേ നമ്മുടെ അബിഗൽ കൊടുത്തത്. ഇപ്പോ അബിഗൽ പറയുകയാണ്, ഹലോ മേഡം അബിഗൽ, ഇനി മുതൽ നീയാണ് അബിഗൽ, അതായത് ജസ്റ്റിൻ വാൾട്ട് നീയാണ്. ഇതേ നേരം തന്നെ ലിയൻ പറയുകയാണ്, ഞാനൊന്നുമല്ല, നീയാ അബിഗൽ. ആ കാര്യം നമുക്ക് രണ്ടുപേർക്കും മാത്രമല്ലേ അറിയുള്ളൂ. ഇപ്പോ പബ്ലിക് നോക്കുമ്പോൾ നീയാണ് അബിഗൽ, അതായത് ജസ്റ്റിൻ വാൾട്ട്. അതുപോലെ ആ ഒരു അപ്പാർട്ട്മെന്റ് അത് ഇപ്പോ നിന്റേതാണ്. അവിടെ കിടക്കുന്ന
കിടക്കുന്ന ആ ഒരു ശവം, അതുപോലെ അവന്റെ ശരീരം നിന്റെ ഉടമസ്ഥതയിൽ പെട്ടതാണ്. അപ്പോ ഇനി എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നീ തന്നെ നോക്കിക്കോ, നമ്മൾ സീനിന്ന് മാറി തരികയാണ് എന്നും പറഞ്ഞ് നമ്മുടെ അബികൾ ഒരു 8ന്റെ പണിയും കൊടുത്ത് അവൾ നൈസ് ആയിട്ട് മുങ്ങുകയാണ്. അതായത് അബികളുടെ കംപ്ലീറ്റ് ഐഡന്റിറ്റിയും എല്ലാം ലിയൻ എടുത്തല്ലോ. സോ അബികൾ ചെയ്ത ആ ഒരു കൊലപാതകം അല്ലെങ്കിൽ അവളുടെ ചുറ്റുപാടുണ്ടായ എല്ലാ കാര്യങ്ങളും അതെല്ലാം ഇനി ലിയന്റെ തലയിലാണ്. പുറത്തേക്ക് ഇറങ്ങിയ പാടെ തന്നെ മീഡിയ തേനീച്ചക്കൂട്ടം വരുന്നതുപോലെ ഇപ്പോ ലിയനെ പൊതിയാണ്. കാരണം അവളാണല്ലോ ജസ്റ്റിൻ വാൾട്ടൺ എന്ന പൈസയുണ്ടോ കയ്യിൽ? ഒട്ടും ഇല്ലതാനും. ശരിക്കും ഇനി ഒരുപാട് കാലം ഈ ലിയൻ പെട്ടുകിടക്കേണ്ടി വരും കേട്ടോ. എന്തായാലും നൈസ് ആയിട്ട് നമ്മുടെ അഭികൾ അവിടുന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ കെവിനും അദ്ദേഹത്തിന് സഹായം ഉണ്ട് കേട്ടോ. കെവിൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ അഭി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജസ്റ്റിൻ വാൾട്ടൺ ശരിക്കും ഈ ഇറങ്ങി വരുന്ന ഇവൾ തന്നെയാണ്, അഭി തന്നെയാണ്. എന്നാൽ ആ ഒരു കാര്യമൊന്നും കെവിൻ പറയാൻ നിൽക്കുന്നില്ല. കാരണം അബിയുടെ ചുറ്റും നടന്ന ആ ഒരു ഫ്രോഡ് പരിപാടി എല്ലാം ഈ ഒരു കെവിന് മനസ്സിലായി. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ സേഫ് ആയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് കണ്ണുകൊണ്ട് കെവിൻ കാണിക്കുന്നുണ്ട്. അതേ നേരം തന്നെ ഒരു ടാക്സി പിടിച്ച് അഭികൾ അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജസ്റ്റിൻ വാൾട്ടൺ എന്ന ആ ഒരു പേരിൽ ജീവിക്കാൻ അവൾക്ക് ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് അബികൾ എന്നൊരു കള്ള പേരിൽ ജീവിച്ചു. ഇനിപ്പോ ആ ഒരു പേര് മാറ്റേണ്ടി വരും. എന്തായാലും ലിയൻ അവളുടെ ആ ഒരു ഐഡന്റിറ്റി എടുത്തുകൊണ്ട് ഇനിപ്പോ ലിയന്റെ ഐഡന്റിറ്റി വേണമെങ്കിൽ നമ്മുടെ അഭികളിന് എടുക്കാൻ പറ്റും. എന്തായാലും മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയുമായിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. എത്രയോ വർഷങ്ങളായിട്ട് റൂമിന്റെ ഉള്ളിൽ തന്നെ താമസിക്കുകയാണെങ്കിലും ഉപയോഗിക്കേണ്ട സമയത്ത് ബുദ്ധി ഉപയോഗിക്കാനുള്ള ആംബിയർ ഒക്കെ നമ്മുടെ അഭികളിന് ഉണ്ട് കേട്ടോ. എന്തായാലും സിനിമ എങ്ങനെ ഇഷ്ടമായ നമ്മുടെ ചാനൽ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തായാലും മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.